ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിവെറ്റിലെ 5 ടിപ്സുകളെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു ഡോർ ഫാമിലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഡോർ ഫാമിലിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന്റെ ഫാമിലി ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ ഫാമിലി ഫയലിലേക്ക് പോവാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാകും. പക്ഷേ ഇത് തന്നെ നമ്മൾ ആക്സിഡന്റലി ആണ് ഇതുമേ ഡബിൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ മോഡലിംഗ് ചെയ്യുമ്പോൾ ഫാമിലി ഫയൽ ഇതുപോലെ ഓപ്പൺ ആയി വരുന്നത് ഒരു അസൗകര്യമായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിടാനുള്ള ഒരു വഴി റിവെറ്റിലുണ്ട്. ജസ്റ്റ് ഫയൽസിൽ ചെല്ലുക, ഓപ്ഷൻസ് എടുക്കുക, അതിൽ യൂസർ ഇന്റർഫേസിൽ ഡബിൾ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ഫാമിലീസിൽ എഡിറ്റ് ഫാമിലി എന്നുള്ള ഓപ്ഷൻ മാറ്റി നത്തിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് മാറ്റിയിടുക. ഓക്കെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നൗ നമ്മൾ ഇതുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാമിലി ഫയൽ ഓപ്പൺ ആയി വരുന്നതല്ല. ഈ ഇതിന്റെ ഫാമിലി ഫയലിലേക്ക് ഇനി പോകണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ മുകളിൽ കാണാം. അത് എടുത്താൽ മാത്രമേ ഇനി നമ്മൾ ഇതിന്റെ എഡിറ്റിലേക്ക് അല്ലെങ്കിൽ ഫാമിലി ഫയലിലേക്ക് വരികയുള്ളൂ. അടുത്ത ടിപ്പ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ആക്സിഡന്റ് ഡ്രാഗിങ് ഒഴിവാക്കാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ വാൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ആക്സിഡന്റലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പല എലമെന്റ്സും നമ്മൾ ഡ്രാഗ് ചെയ്യപ്പെടാറുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബോട്ടം എൻഡില് നമുക്കൊരു ഡ്രാഗ് എലമെന്റ് ഓൺ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ഓഫ് ആക്കുകയാണെങ്കിൽ പിന്നീടുള്ള ആക്സിഡന്റൽ ഡ്രാഗിങ്സ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടിപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വാൾ ഡയമെൻഷനിങ് ആണ്. ഫസ്റ്റ് നമ്മൾ അനോട്ടേറ്റിംഗ് ടൂളിലേക്ക് വരുന്നു. ദെൻ അലൈൻഡ് എന്ന് പറയുന്ന ടൂൾ എടുക്കുന്നു. ദെൻ ഈ ഒരു വാളിൻ്റെ ടോട്ടൽ ലെങ്ത് എനിക്കറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ ഒരു പോയിന്റും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടോട്ടൽ ലെങ്ത് കിട്ടും. ദെൻ ഈ ഒരു ഡോറിൻ്റെ വിഡ്ത്ത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 എൻഡ് പോയിന്റ് ഡോറിൻ്റെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കിട്ടി. ദെൻ ഈ ഡോറും ഈ വിൻഡോയും തമ്മിലുള്ള ഗ്യാപ്പ് അറിയണമെങ്കിൽ ഇതുപോലെ ആ ഒരു 2 എൻഡ് പോയിന്റുകൾ നമ്മൾ പിക്ക് ചെയ്ത് കൊടുത്താൽ അവർ തമ്മിലുള്ള ഗ്യാപ്പും കിട്ടി. അപ്പം ഇത്ര ഡയമെൻഷൻസ് നമ്മൾ പ്ലേസ് ചെയ്തത് 3 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിൽ പ്ലേസ് ചെയ്തത്. പക്ഷേ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഡയമെൻഷൻസ് എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയാണ് ഞാൻ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അലൈൻ ഡയമെൻഷൻ എടുക്കുന്നു. അതിൽ പിക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ ഇൻഡിവിജ്വൽ റെഫറൻസിന് പകരം എൻറ്റയർ വാൾ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിടുന്നു. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ആക്റ്റീവ് ആവുകയും അതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ടിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഓപ്പണിങ്സ് ആയിട്ട് വരുന്നതാണ് ഡോറ്, വിൻഡോ എല്ലാം ഓപ്പണിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ടു ഡിസ്റ്റൻസ് ആണ് കിട്ടണമെങ്കിൽ സെൻറ്ററും, വിഡ്ത്താണ് കിട്ടണമെങ്കിൽ വിഡ്ത്തും എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾക്ക് മാറ്റിയിടാം. അപ്പോൾ എനിക്ക് വിഡ്ത്താണ് വേണ്ടതെങ്കിൽ ഞാൻ വിഡ്ത്ത് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഇടുന്നു, ഓക്കെ കൊടുക്കുന്നു. ദെൻ ഈ വാള് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസുകളെല്ലാം തന്നെ ഒറ്റ ഡയമെൻഷനിൽ അല്ലെങ്കിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് അവൈലബിൾ ആവും. ദെൻ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ വോളുകൾ വരികയാണെങ്കിൽ ലൈക്ക് ഇതുപോലെ ഒരു വോള് 2 എണ്ണം ഇതിൻ്റെ ഇടയിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ വോളുകളുടെ ഇടയിലുള്ള ഡയമെൻഷൻസ് ഇതുപോലെ ഒറ്റ ക്ലിക്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അഗെയിൻ അലൈൻ ഡയമെൻഷൻ എടുക്കുന്നു, പിക്കിൽ എൻറ്റയർ വാൾസ് ഇടുന്നു, ഓപ്ഷൻസിൽ വന്നിട്ട് ഇൻ്റർസെക്റ്റിംഗ് വാൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ഓൺ ചെയ്യുന്നു, ഓക്കെ കൊടുക്കുക. ദെൻ ഈ വാൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ള വാളുകൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്
ആ ഒരു ഡയമെൻഷൻ നമുക്ക് ഒറ്റ ക്ലിക്കിൽ അവൈലബിൾ ആവും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയമെൻഷൻസ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഡ്രോയിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത ടിപ്പ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്പാണ്. ജസ്റ്റ് ഒരു വാൾ ടൂൾ എടുക്കുന്നു. നമ്മൾ ഈ ഒരു വാൾമ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻഡിൽ എൻഡ് പോയിൻ്റ് കിട്ടും. പിന്നെ നിയറസ്റ്റ് പോയിൻറ്റ്സുകൾ കാണിക്കുന്നുണ്ട്. ദെൻ മിഡ് പോയിൻ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അഗെയിൻ ഈ ഒരു എൻഡിൽ പോയ എൻഡ് പോയിൻ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ വാൾ ടൂൾ എടുത്തതിന് ശേഷം SM എന്നടിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മിഡ് പോയിൻ്റ് മാത്രമേ കാണിച്ചു തരുള്ളൂ. അപ്പോൾ കുറേ സ്നാപ്പുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സ്നാപ്പ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഷോർട്ട് കീസ് യൂസ് ചെയ്യുന്നതായിരിക്കും. സ്നാപ്പുകളുടെ ഷോർട്ട് കീസ് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. മാനേജിൽ പോയി കഴിഞ്ഞാൽ സ്നാപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ ഓരോ സ്നാപ്പിൻ്റെയും ഷോർട്ട് കീസ് കാണാം. ഫോർ എക്സാമ്പിൾ എൻഡ് പോയിൻറ്റ്സിൻ്റെ ഷോർട്ട് കീ വരുന്നത് SE എന്നാണ്. ഓക്കെ, ജസ്റ്റ് വാൾ എടുക്കുന്നു, SE എന്ന് ടൈപ്പ് ചെയ്യുന്നു. ദെൻ നമ്മളത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് പോയിൻ്റ് മാത്രമേ നമുക്ക് ഈ ടൈമിൽ കാണിച്ചു തരുള്ളൂ. മിഡ് പോയിൻ്റ് ഒന്നും വേറൊരു സ്നാപ്പുകളും നമുക്കിതിൽ ഈ ടൈമിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്നാപ്പ് കണ്ടുപിടിക്കാനും അവിടെ നിന്ന് വരച്ച് തുടങ്ങാനും സാധിക്കും. ഫൈനൽ ടിപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെ ഒരു ഫാമിലി കമ്പോണൻസിനെ റൊട്ടേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ പ്ലേസ് എ കമ്പോണൻ്റ് എന്നുള്ള ടൂൾ വഴി ഞാനൊരു ചെയറിനെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. നോർമലി ഈ ചെയറിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ ക്ലിക്കിനും ഇത് 90 ഡിഗ്രി വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് കാണാം. ഓക്കെ, ദെൻ നമ്മളൊരു ആർക്കിനെ ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്പേസ് ബാർ അടിക്കുകയാണെങ്കിൽ ആ ആർക്കിനോട് അലൈൻ ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ആവുന്നത് കാണാം. 90 ഡിഗ്രി അല്ലാതെ ആ ഒരു ആർക്കിനോട് അലൈൻ ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ആവുന്നത് കാണാം. നമുക്ക് ചെയേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്ത് ദെൻ കമ്പോണൻസിനെ അതുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഒന്ന് സ്പേസ് അടിക്കുകയാണെങ്കിൽ ആ ആർക്കിനോട് അലൈൻ ചെയ്ത് കമ്പോണൻറ്റ് റൊട്ടേറ്റ് ആവുകയും ആ ആംഗിളിൽ അല്ലെങ്കിൽ ആ ആർക്കിനെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് കമ്പോണൻസിനെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ചെയേഴ്സിനെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ ഒരു ആർക്ക് ഫോർമാറ്റിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ എളുപ്പം ആയിരിക്കും ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുകയാണ്. താങ്ക് യു.